ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാളത്തെ പ്രൊജക്റ്റിന്റെ തിരക്കിൽ നിധി വീട്ടിൽ വന്നിരുന്നിട്ടും വർക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരീഷിന് ഒരു കോൾ വന്ന് നാളെ 21-ാം തീയതിയല്ലേ, ബൈക്ക് വേഗം ഒന്ന് ശരിയാക്കി തരണം എന്ന് പറയുമ്പോൾ 21 എന്ന ഡേറ്റ് ഓർമ്മ വെച്ച് സുധീഷ് ഓടിപ്പോയി നിധിയോട്, നാളെയാ 21, നമുക്ക് കോടതി പോകേണ്ട ദിവസമല്ലേ എന്ന് ചോദിക്കുന്നു. പോകാൻ പറ്റില്ല എന്ന് പറയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സുധീഷ് അത് ചോദിക്കുന്നത്. നാളെ ഓഫീസിൽ ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് വേറൊരു ദിവസം പോകാം എന്ന് നിധി പറഞ്ഞപ്പോൾ സുധീഷിന് വലിയ സന്തോഷമായി. പിന്നീട് സുധീഷിന് ഗായത്രിയുടെ കോൾ വരുന്നുണ്ട്. ഗായുവിൻ്റെ കോളാണല്ലോ എന്ന് പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വന്ന്, അതിന് ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. നിധിയെ കാണുമ്പോൾ ഒന്നുകൂടെ സുധീഷ് ഗായത്രിയോട്, ഗായു നല്ല സ്വീറ്റാണ് എന്ന് പറയുമ്പോൾ, സുധീഷ് ഏട്ടനാണ് അതിനേക്കാളും സ്വീറ്റ് എന്ന് പറയുന്നു ഗായത്രി. ഇതൊക്കെ കണ്ടിട്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതിനിടയിൽ ഭാസ്കരൻ ഒരു പൊതി വട കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നു. അത് കഴിച്ചുകൊണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കറികൾക്ക് ഉപ്പ് കൂടുതലായിരുന്നോ എന്ന്. അതിന് സുഭാഷേട്ടനും കഴിച്ചതല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, സുഭാഷേട്ടൻ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമാണ് കഴിക്കുന്നത്, അല്ലാതെ ചോറല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് സുധീഷ്. വെറുതെ കളിയാക്കണ്ട, ആദ്യം അവർ സംസാരിച്ച് ശരിയാക്കട്ടെ എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എടാ, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണോ? ആ പെണ്ണ് സംസാരിക്കുന്നതൊക്കെ ഇവന് വല്ലതും മനസ്സിലാവോ? മലയാളം തന്നെ പൊത്തും പിടിയാ, അപ്പോഴാ ഹിന്ദിയും ബംഗാളിയും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പിന്നീട് സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, എൻ്റെ പരീക്ഷണം വിജയത്തിൻ്റെ പാതയിലാണ്. പരീക്ഷണമോ? വിജയത്തിൻ്റെ അല്ല, സുധീഷേട്ടനെ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കാനാ നോക്കേണ്ടത് എന്ന് ഹരീഷ് പറയുന്നു. അതേസമയം രാത്രി സുഭാഷിന് ചാന്ദിനി ഫോണിൽ ഹാർട്ട് അയക്കുന്നു. അത് നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ സുഭാഷും തിരിച്ച് ഹാർട്ട് അയക്കുന്നുണ്ട്. അത് കണ്ട് ചാന്ദിനി, ഭക്ഷണം കഴിച്ചോ എന്ന് വോയിസ് മെസ്സേജ് അയക്കുന്നു. ഞാൻ കഴിച്ചു, നീ കഴിച്ചോ എന്ന് സുഭാഷും തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.